അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളുള്ളത് ICM കേരള ഗേൾസ് സമ്മിറ്റിലാണ്. അപ്പൊ നമുക്ക് വളരെ വിശിഷ്ടമായ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ തെഹ്ലിയത്താണ്. അപ്പോ നമ്മൾ തെഹ്ലിയത്തിനോട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് എന്താണ് അവരുടെ ഒരു അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പോൾ ICM നടത്തുന്നത് ആദ്യമായിട്ടാണ്. കേരളം അപ്പോഴും ഉള്ള വിദ്യാർത്ഥിനികളെ ഒരുമിപ്പിച്ചിട്ട് ഇപ്പൊ ഇത്രയും വലിയൊരു വിദ്യാർത്ഥി കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക ഈ ഒരു സംഗമത്തിൽ അവരോടായിട്ട് സംവദിച്ചു കഴിഞ്ഞതിന് ശേഷം? എന്റെ ഫസ്റ്റ് ഫീലിംഗ് എന്താന്ന് വെച്ചാൽ ഐ ഫീൽ സോ പ്രൗഡ്, വെരി മച്ച് ആക്ച്വലി. ഇത്രയും പെൺകുട്ടികൾ, മേ ബി ടീനേജേഴ്സ്, നോ സം ഓഫ് യു ഓഫ് ദം. അപ്പൊ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് IGM എടുത്ത ശ്രമത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്ലസ് ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗേൾ സമ്മിറ്റ് നടത്തുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇതിനു മുൻപ് ഞാൻ IGMന്റെ പല പരിപാടിക്കും പങ്കെടുത്തിട്ട് എനിക്ക് നിങ്ങളിൽ തോന്നിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ വേ യു കണ്ടക്ട് ദി പ്രോഗ്രാം, നിങ്ങളുടെ പ്രൊഫഷണലിസം. ആക്ച്വലി ഇന്ന് ഒരുപാട് സംഘടനകളുണ്ട് ഇവിടെ, പെൺകുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. പക്ഷേ അവർക്കെല്ലാം ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം, ക്വാളിറ്റി നിങ്ങളിൽ ഞാൻ കാണുന്നു. ദാറ്റ് ഈസ് പ്രൊഫഷണലിസം. ഇതേപോലെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഇപ്പോൾ നിങ്ങൾ ടോക്ക് എന്ന് പറഞ്ഞാൽ കൾച്ചർ ആൻഡ് പൊളിറ്റിക്സ് ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്യാമ്പസ് പൊളിറ്റിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കൂടുതൽ അക്രമാസക്തമായിട്ടുള്ള ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളോ സമരങ്ങളൊക്കെ ആയാലും ഒരു പരിധി കവിഞ്ഞ് കലുഷിതമാവുന്ന ഒരു അവസ്ഥ. അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പം പല വിദ്യാർത്ഥിനികളും ഈ പൊളിറ്റിക്സിൽ നിന്നും പാടെ വിട്ടു നിൽക്കുന്ന ഈ ഒരു അക്രമം കണ്ടിട്ട് പാടെ ഒഴിവാക്കുന്ന ഒരു പ്രവണത നമ്മൾ ഇന്ന് കാട്ട്. അപ്പൊ അതിനോട് നിങ്ങൾ എന്താണ് അഭിപ്രായം? അങ്ങനെ നമ്മൾ മൊത്തമായിട്ട് ഒഴിവാക്കാണോ അല്ലെങ്കിൽ എത്താൻ അപ്പ എടുക്കേണ്ട ഒരു നിലപാട് എന്താണ്? വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പൊളിറ്റിക്സിന് അതിനോടൊരു വിമുഖത കാണിക്കുന്നത് എന്നുള്ളത്. അതിനൊരു കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു. ക്യാമ്പസിലേക്ക് കയറി ചെല്ലുമ്പം അക്രമ രാഷ്ട്രീയം കാണുന്നു. അപ്പൊ അക്രമ രാഷ്ട്രീയത്തിനോട് നമ്മളുടെ പ്രതികരണമാണ് എന്ത്? പൊളിറ്റിക്സിനെ അപ്പാടെ ഒഴിവാക്കുക എന്നുള്ളത്. ശരി, നിങ്ങൾ എടുത്ത തീരുമാനം, നിങ്ങൾ അക്രമാസക്തമായിട്ടുള്ള അല്ലെങ്കിൽ കലുഷിത രാഷ്ട്രീയത്തിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ നിലപാടാണ്. പക്ഷേ അവിടെ അല്ല നിങ്ങൾ എടുത്ത നിലപാട് ശരി തന്നെ. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിലപാട് എടുക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു കാര്യത്തിനോട് അസെന്റ് ഓർ ഡിസെന്റ് ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, വേർ യു സ്റ്റാൻഡ് എന്നുള്ളത്. നിങ്ങളുടെ സ്റ്റാൻഡ് എവിടെയാണ്, നിങ്ങളുടെ നിലം എവിടെയാണ്, അത് ആ സമയത്തേക്ക് മാത്രമുള്ള ഒരു തീരുമാനമാണ് എങ്കിലും അത് കഴിഞ്ഞിനി നമ്മൾ ജീവിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാ. പൊളിറ്റിക്സിൽ എൻഗേജ് ചെയ്യാതെ നിങ്ങൾക്കൊരു കാര്യത്തിനെയും ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ പൊളിറ്റിക്സിലുള്ള ഈ അക്രമപരമായിട്ടുള്ള നിലപാടുകളെ ചെറുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് അതിനോട് നോ പറയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻഗേജ് ചെയ്തുകൊണ്ട്, പൊളിറ്റിക്സിൽ എൻഗേജ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ, വാക്കുകൾ കൊണ്ട്, ആശയം കൊണ്ട് പ്രതിരോധിക്കാനും, ഇതല്ലാത്ത ഒരു പറ്റം ആളുകൾ, നിങ്ങളെപ്പോലെ ഒരു പറ്റം ആളുകൾ അവിടെ ഉണ്ടല്ലോ, അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു യൂണിയൻ ആയിട്ട് മാറാൻ, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഗാദറിംഗ് നടത്താൻ നിങ്ങൾക്ക് പറ്റേണ്ടതുണ്ട്. അല്ലാതെ മാറി നിൽക്കൽ ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു രീതിയല്ല, സമീപനമല്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആ ഒരു പല വിദ്യാർത്ഥികളും ആശങ്ക അറിയിക്കുന്ന ഒരു ചോദ്യമാണ് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് പാടപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിനെങ്ങനെ ചെറുത്തുനിൽപ്പോടെ അതിനെ നേരിടാമെന്ന് പറഞ്ഞത് വളരെ പ്രസക്തമായിട്ട് തോന്നാണ്. ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ആസ് എ ലേഡി, നമ്മളിപ്പോൾ ICM ഗേൾസിൽ എംപവർ എന്നുള്ളൊരു സദസ്സാണല്ലോ ഇപ്പൊ കഴിക്കുക. അപ്പൊ നമ്മൾ സമൂഹത്തിലിറങ്ങി രാഷ്ട്രീയമായാലും മറ്റ് എന്ത് പരിപാടികളായാലും നമ്മൾ ഇറങ്ങുമ്പോൾ പല പ്രതിസന്ധികളും നേരിടാറുണ്ട് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്. അപ്പൊ നിങ്ങളുടെ തന്നെ പല പ്രോഗ്രാംസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ പ്രതിസന്ധിയിലാവും. എങ്ങനെയാണ് അതിനെ നമ്മൾ നേരിടേണ്ടത്? നേരിടാനുള്ള ആയുധം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ദാറ്റ് ഈസ് യുവർ കോൺഫിഡൻസ് ആൻഡ് കറേജ്. ഈ രണ്ട് കാര്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ട് എങ്കിൽ,
നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയിൽ, നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വത്തിൽ വിശ്വാസം ഉണ്ട് എങ്കിൽ യു ക്യാൻ ഐഡിയലി മൂവ് ഫോർവേഡ് എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾക്കുണ്ടാവുന്ന അനുഭവങ്ങളെയൊക്കെ നമ്മൾ അനുഭവങ്ങളായിട്ട് എടുക്കണം, അതിന്ന് പാഠങ്ങൾ ഗ്രഹിക്കണം. ആ രൂപത്തിൽ മുന്നോട്ട് പോയാൽ ഇറ്റ് ഈസ് ഈസി ടു ഡു ഓർ ടു എൻഗേജ് ഇൻ പൊളിറ്റിക്സ്. സോ വളരെ എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എങ്ങനെ പൊളിറ്റിക്സും ക്യാമ്പസും ഒരുപോലെ മുന്നോട്ട് പോകാമെന്നിട്ട് ഒരു ലേഡി പെർസ്പെക്റ്റീവ് എന്ന് മനോഹരമായിട്ട് തന്നെ തെളിയത്ത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ കറേജോട് കൂടും, നമ്മുടെ ആ ഒരു കോൺഫിഡൻസോട് കൂടും, നമ്മളിലുള്ള വിശ്വാസം മുന്നോട്ട് വെച്ചുകൊണ്ടും നമ്മൾ ക്യാമ്പസിലൂടെയും സമൂഹത്തിലൂടെയും മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് തെളിയത്ത് പറയുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ ഈ പ്രോഗ്രാമിൽ വന്നതിൽ നമ്മൾ വളരെ സന്തോഷം അറിയിക്കുകയാണ്. വി ആർ സോ പ്രിവിലേജ്ഡ് ആൻഡ് ഓണർഡ് ടു ഹാവ് യു ഹിയർ. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. മൈ പ്ലഷർ. താങ്ക് യു വെരി മച്ച്.